ജനേഷ് കുമാർ ആയിരിക്കും ജയിക്കുന്നത് ഈ പഞ്ചായത്തിൽ. ജനേഷ് കുമാർ MLA വികസന പ്രവർത്തനത്തിനൊക്കെ മുമ്പിൽ. ദിനേഷ് കുമാർ ജയിക്കും. മത്സരമുണ്ട്. സൂപ്പർ മത്സരം. ഭരണം മാറാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല. കോന്നി മാറാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇവിടെ വീണ്ടും ജനീഷ് കുമാർ തന്നെ വരുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു ഇത്. അതിപ്പോ എങ്ങനെ ആരിപ്പോ നല്ല കാലം വന്നാലും സാധാരണക്കാരന് പ്രശ്നങ്ങളൊന്നും തീരുവോ? ഇല്ല. സാധാരണക്കാരെ ആരും തിരിഞ്ഞു നോക്കുന്നത്, എല്ലാവരും മേൽത്തട്ടിലോട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുക. ദിനേഷ് കുമാർ ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മേൽ ജയിക്കും. കാരണം ഇവിടെ 10 വോട്ട് കൂടുതൽ കിട്ടിയുള്ളൊന്നും ജയിക്കണമെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ വേറെ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലും മാറ്റം വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെയാണ് കോന്നിയിലെ ആളുകൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ കോന്നിയിൽ ജനീഷ് കുമാർ തുടരുമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ ആകെ ഭരണമാറ്റം വരും, അത് കോന്നിയിലും പ്രതിഫലിക്കും. കോന്നി പഴയ പോലെ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാളപ്പുഴ ക്ഷേത്രത്തിന് പരിസരത്താണ്. ഇവിടെ ബസ്സിലൊക്കെ ഒരുപാട് യാത്രക്കാർ, പലയിടങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ വരുന്ന സ്ഥലമാണ്. പല ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തർ വരുന്ന ഇടമാണ്. അപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ആണ് കഴിഞ്ഞാൽ പട്ട് കച്ചവടങ്ങൾ, അങ്ങനെ വിളക്ക്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ, പൂജാദ്രവ്യങ്ങളും പൂജയ്ക്കും വഴിപാടിനും നേർച്ചയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കുറേ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവർ LDFന്റെ പ്രവർത്തകരാണല്ലോ അല്ലേ? എന്താണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ് വോട്ട് ചോദിച്ചിരുന്ന പാർട്ടി വീടുകളല്ല, അല്ലാത്ത വീടുകളിലെ ആളുകൾ എന്താ പറയാ? പൊതുവിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പക്കാ പാർട്ടിക്കാർ നമുക്കറിയാം, അതെങ്ങനെ വന്നാലും അങ്ങനെ പറയും. പക്ഷെ സാധാരണക്കാർ, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ജനീഷ് കുമാർ എന്ന് പറയുമ്പോഴേ അവരെന്തോ സ്വന്തം വീട്ടിലെ ആള് എന്നുള്ളൊരു ഇതിലാണ്. ചേട്ടാ, ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരു പൾസ് എന്താണ്? ഇപ്പൊ പറയുന്നത് അടൂർ പ്രകാശ് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നാൽ, അല്ലെ അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും മണ്ഡലത്തിൽ സജീവമാണ് പ്രചരണത്തിലൊക്കെ. അപ്പോൾ ഒരു മാറ്റം വരുമോ? UDFിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ല. അത് ഇവിടുത്തെ ഈ നമ്മുടെ ഇവിടുന്ന് അവിടെ വരെ നടന്നു നോക്കിയാൽ തന്നെ ജനീഷ് കുമാർ വന്നതിന് ശേഷമുള്ള നമുക്ക് വ്യത്യാസം മനസ്സിലാവും. കാര്യം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ബസ് സ്റ്റാൻഡ്, സ്കൂള് ഹൈടെക്കായി, ഈ റോഡ്, അല്ലെ അങ്ങോട്ട് പോകുന്ന റോഡുകളെല്ലാം ഇവിടെ ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു മോശം റോഡ് എടുത്ത് പറയാനുണ്ടോ? എന്താണ് ഇവിടുത്തെ ഒരു ഇലക്ഷൻ മൂഡ്? ഇത്തവണ ഉറപ്പിച്ചോ അതോ കോന്നി കൈവിടും? മുഖച്ഛായ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. മലയാളപ്പുഴ മുഖച്ഛായ അക്ഷരാർത്ഥത്തിൽ മാറിയിട്ടുണ്ട്. ഞാനൊരു സംശയം, ഈ മുഖച്ഛായക്ക് പിന്നിലെ കാരണം എന്താ? ഇങ്ങനെ താടി മുടിയൊക്കെ നീട്ടി വളർത്തത് ഇത് അടിയന്തരാവസ്ഥ സമയത്ത് വെച്ചതാ. അതിന് പിന്നെ വലിയ കഥയുണ്ട്. പിന്നെ വലിയൊരു കഥ. എന്താ കഥ? ഇന്ദിരാഗാന്ധിയുടെ കേസുണ്ടായല്ലോ, തെരഞ്ഞെടുപ്പിൽ പിന്നെ റദ്ദ് ചെയ്യുകയും അലഹാബാദ് ഹൈക്കോടതി വിധിയൊക്കെ വന്നല്ലോ. ആ സമയത്ത് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നാട്ടിൽ കണ്ട പാർട്ടിക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അക്കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോയി. നമ്മളെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ എത്ര ദിവസം? ഞാനൊരു 6 മാസം കിടന്നു. അന്ന് ഞാൻ സാധാരണഗതി താടിയും മുടിയൊക്കെ വളർത്തിക്കൊണ്ട് നടന്നത്. അപ്പോൾ പിന്നെ അവന്മാരായിട്ട് അന്ന് ഇനി വല്ല അവസരം അവർക്കുണ്ടാകുന്ന അവരെടുക്കുന്ന എടുത്തോടത്ത് ചോദിച്ചാൽ കാശ് കൊടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ വളർത്തി തുടങ്ങി. ഇപ്പൊ എത്ര വർഷമായി? ഇല്ല, അവർക്ക് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല, എടുക്കേണ്ടി വന്നിട്ടുമില്ല. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി താടി മുടി വളർത്താൻ? 75 കൊല്ലം കൂട്ടിക്കോ. 75, 25, 26, 51 കൊല്ലമായി. 51 കൊല്ലമായിട്ട് ഇന്ദിരാഗാന്ധി സർക്കാരിനോട് കോൺഗ്രസിനോടുള്ള പ്രതിഷേധത്തിൽ ഇവിടെ താടി വളർത്തിക്കുന്ന ഒരു വലിയ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെയുള്ള LDF പ്രവർത്തകർ വലിയ ആവേശം, അവരുടെ വലിയ ആത്മവിശ്വാസം പറയുന്നുണ്ട്. അതേസമയം തന്നെ UDF പ്രവർത്തകർ പറയുന്നത് അടൂർ പ്രകാശ് വന്നില്ലെങ്കിൽ പോലും അടൂർ പ്രകാശ് എഫക്ട് ഇത്തവണ ഉണ്ടാവും. മാത്രമല്ല മൊത്തത്തിൽ ഒരു UDFന്റെ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നു. അത് കൂടുതൽ വനിതാ പ്രവർത്തകരുണ്ട്, അവരുടെ പ്രതികരണങ്ങളെ. UDFന്റെ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് സൗജന്യ KSRTC ബസ് യാത്ര ഗ്യാരണ്ടി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് LDF തന്നെ ഇഷ്ടംപോലെ ഗ്യാരണ്ടി തന്ന് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ UDFന്റെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർ ചെയ്യാൻ ഇനി ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ 10 വർഷത്തെ ഭരണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട വികസനങ്ങൾ ഏറിയ പങ്കും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതാണ് പ്രേക്ഷകരെ പറയുന്നത്. ഇവിടെ വലിയ ആത്മവിശ്വാസം പറയുന്നുണ്ട്. എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശ പ്രചരണത്തിലാണ്. ഇവിടെ നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനവും ക്ഷേമവും തന്നെയാണ്. ഞങ്ങൾക്ക് അടൂർ പ്രകാശ് 23 വർഷക്കാലം ഇവിടുത്തെ MLA ആയിരുന്നു. ആ 23 വർഷക്കാലം MLA ആയിരുന്ന അടൂർ പ്രകാശിൻ്റെ കാലഘട്ടത്തിലെ വികസനവും 6.5 വർഷത്തെ ജനീഷ് കുമാർ MLA ആയിരുന്ന ആ കാലഘട്ടത്തിലെ വികസനവും തമ്മിലൊരു താരതമ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. 23 വർഷക്കാലം അങ്ങനെ താരതമ്യം ചെയ്താലും ജനീഷ് കുമാറിന്റെ ഒരു തട്ട് മുകളിലെന്നാണോ പറയുന്നത്? ഒരു തട്ടല്ല, പല തട്ടുകൾ, 100 തട്ട് മേളിലാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം അതിലൂടെ വിസിബിളാണ്. 23 വർഷക്കാലം ഭൂരിപക്ഷം പ്രവചിക്കുന്നു. തീർച്ചയായിട്ടും 20,000-ന് മുകളിൽ പോകും. വമ്പം പ്രഖ്യാപനമാണ് കേട്ടോ. ഇതുവരെ നമ്മളോട് ഒരു പ്രവർത്തകരും അങ്ങനെ ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ചേട്ടൻ പേരെന്താ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടിയാണ്. എൻ്റെ പേര് ശിവദാസ് എന്നാണ്.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശിവദാസ് ഏട്ടൻ മലയാളപ്പുഴയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത് കോന്നിയിലെ ഭൂരിപക്ഷമാണ്, LDFന്റെ ഭൂരിപക്ഷമാണ്, 25,000 മേലെ എന്ന് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചരിത്രമാണ്. അപ്പോൾ LDFന്റെ വലിയ ഭൂരിപക്ഷമാണ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ മൊത്തത്തിലൊരു ഭരണമാറ്റം വരും. മാറ്റം വന്നാൽ UDF കോന്നി പിടിക്കും, പഴയ തട്ടകം തിരിച്ചു പിടിക്കും എന്ന് പറയുന്നു. TP സുന്ദരേശനിലൂടെ BJP ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ കോന്നിയിൽ ഒരു ടൈറ്റ് ഫൈറ്റാണ്. കോന്നിയിലെ നായകൻ ആരാകുമെന്ന് ഇനി അറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. അത് ജനങ്ങളുടെ വിധിയിലാണ്. അവർ ജനവിധി ചെയ്തിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.